सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। सकलमिदमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान्तान् नमामः। धर्मः प्रोचितकैतवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवम् अत्र वस्तु शिवदं तापत्रय उन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैः ईश्वरः सद्यो हृद्यवरुध्यते अत्र कृतिभिः शुश्रूषुभिः तत्क्षणात् निगमकल्पतरोः गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। ഇന്നലെ ഭാഗവത ധർമ്മത്തെ നമ്മൾ കണ്ടു. കാപഠ്യമില്ലാത്ത ധർമ്മം, അതാണ് ഭാഗവത ധർമ്മം. കാപഠ്യമില്ലാത്ത ധർമ്മം എന്ന് പറഞ്ഞാൽ ദ്വൈതത്തിനെ ദർശിക്കാതിരിക്കുക, രണ്ടിനെ കാണാതിരിക്കൽ. ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ. രണ്ടെന്ന് കാണുമ്പോഴാണ് നമുക്ക് ഇണ്ടൽ വരണത്. അതെല്ലായിടത്തും പരന്നു കിടക്കണു. വീട്ടില്, നാട്ടില്, ലോകത്തില്, എല്ലായിടത്തും എവിടെയൊക്കെ ദ്വൈതം കാണണോ, രണ്ടിനെ കാണണോ, അവിടെ എല്ലാം ഇണ്ടലുണ്ട്. രണ്ടില്ലാത്തടത്ത് ഇണ്ടലില്ല. നമ്മുടെ സ്വാമി ഒരു കഥ പറയും. വളരെ കുട്ടിക്കാലത്ത് തന്നെ ഒരു ഗുഹയില് ഒരു സന്യാസിയോടൊത്ത് വിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി, ഒരു ബ്രഹ്മചാരി. നിറയെ കാലത്തിന് ശേഷം വെളിയില് എന്തൊക്കെയോ എടുത്തുകൊണ്ട് ശേഖരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗുരുനാഥൻ പറഞ്ഞിട്ട് ഇദ്ദേഹം വെളിയിൽ പോയി. ഈ കുട്ടി പോയ സമയത്ത് വഴിയില് രണ്ടുപേര് തമ്മിൽ തർക്കം. ഒരാളെ അടിക്കണു, മറ്റൊരാളെ അടിക്കണു. ഇത് കണ്ടിട്ട് ഈ കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. ഈ കുട്ടി നേരെ വന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലയോ ഗുരുനാഥ, വെളിയിൽ രണ്ടുപേര് അങ്ങോട്ട് അടിക്കണു ഇങ്ങോട്ട് അടിക്കണു, എന്തിനാ ഇത് എന്ന് ചോദിച്ചു. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു, അതാണ് ഷണ്ട എന്ന് പറഞ്ഞു. അതാണ് ഷണ്ട പറഞ്ഞു. എന്താ ഷണ്ട എന്ന് പറഞ്ഞു. അപ്പോ എന്താ ഈ ഷണ്ട എന്ന് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യണതല്ലേ? അപ്പൊ ഗുരു തൊട്ടടുത്തിരുന്ന ഒരു ഇഷ്ടിക കല്ല്, ഒരു ഹോമകുണ്ടത്തിൽ വെച്ചിരുന്ന ഒരു ഇഷ്ടിക കല്ലെടുത്തിട്ട് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ കല്ല് എൻ്റെത് എന്ന് പറഞ്ഞു ഗുരു. അപ്പൊ കുട്ടി പറഞ്ഞു, അതെ നിങ്ങളെടുത്ത് എടുത്തോളൂ എന്ന് പറഞ്ഞു. അതിനെന്താ എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, പോടാ, നിനക്ക് ഷണ്ട കൂടെ അറിയില്ല. ഞാൻ ഇത് എൻ്റെത് എന്ന് പറയുമ്പോൾ നീ ഇത് നിൻ്റെത് എന്ന് പറയണം, എന്നാലേ അവിടെ ഷണ്ട ഉണ്ടാവുള്ളൂ. എന്തിനാ? മമതയും ദ്വൈതവും ഉണ്ടെങ്കിൽ മാത്രമേ ഷണ്ട ഉണ്ടാവുള്ളൂ. വീട്ടിലാണെങ്കിൽ കൂടെയും ചേട്ടൻ സൗമ്യ സ്വഭാവമായിരിക്കും, അനിയൻ തലതെറിച്ചതായിരിക്കും.
പക്ഷെ സ്വന്തം മക്കളിൽ കൂടെയും ദ്വൈതം പശ്യ, ദ്വൈതത്തിനെ കാണണു. ദ്വൈതം പശ്യതി. ഇദ്ദേഹം നല്ല കുട്ടിയാണ്, എൻ്റെ കുട്ടി നല്ല മോനാണ് കേട്ടോ, നല്ല പഠിക്കും, നല്ല സൗമ്യനാണ്. അപ്പൊ ഇളയത് അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോ, ഡ്യുവാലിറ്റി അവിടെ ഉണ്ട്. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, ദ്വൈതം, ഭഗവാനെ ഈ ദ്വൈതം ശരിയാണോ ചോദിച്ചു. എന്താ ഈ ദ്വൈത സിദ്ധാന്തം ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എനിക്കറിയില്ല. എന്നിട്ട് തിരിച്ചു ഭഗവാൻ അങ്ങോട്ട് ചോദിച്ചു, നിന്റെ ഉള്ളിൽ രണ്ട് ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് എപ്പോഴെങ്കിലും രണ്ട് ഞാൻ അനുഭവപ്പെടണുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല. അതുതാ അദ്വൈതം, അതാണ് അദ്വൈതം. നമ്മുടെ ഉള്ളില് ഞാൻ ഏകനാണ്, അദ്വിതീയനാണ്. ആ അനുഭവത്തിൽ നിത്യനിരന്തരം ഇരിക്കണതിനെയാണ് പ്രോക്ഷിത കൈതവധർമ്മം എന്ന് പറയണത്, ഭാഗവത ധർമ്മം എന്ന് പറയണത്. ജനകൻ പറയണു, ജനസമൂഹ മധ്യേ നദ്വൈതം പശ്യതോ മമ ഏകാന്തം. ഈ ജനസമൂഹ മധ്യത്തിലെ ഞാൻ ഏകാന്തത്തിനെയാണ് കാണുന്നത്. നത്വം പശ്യതി ദ്വൈതം, ഞാൻ ദ്വൈതത്തിനെ കാണണേയില്ല. നത്വം പശ്യതി, നിന്നെ കൂടെ ഞാൻ കാണണില്ല. നീ ഞാൻ ഇല്ല, നീ നാൻ അര പുലി നിതം കളിമയമായി നിன்றிടും നിലൈ അരുൾ അരുണാചല. രമണ മഹർഷിയുടെ പ്രസിദ്ധമായ അക്ഷരമണമാല എന്ന പാട്ടിൽ ഒരു പാട്ട്, നീ ഞാൻ അര, നീയും ഞാനും എന്നുള്ളതിന് അറുത്ത് മാറ്റുക അങ്ങോട്ട്. നിതം കളിമയമായി, അങ്ങനെ വിട്ട ആനന്ദം മാത്രമേ ഉള്ളൂ. രണ്ട് കാണുമ്പോഴാണ് നമുക്ക് ഇണ്ടല് വരണത്. ഒന്നിനെ മാത്രം കണ്ടാൽ ആനന്ദമേ ഉള്ളൂ അല്ലേ. ഡീപ് സ്ലീപ്പിൽ, ഉറക്കത്തിൽ നമ്മൾ മാത്രമായിട്ടിരിക്കണു അല്ലേ, അവിടെ വേറെ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ കൂടെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോയാൽ അവിടെ ഡീപ് സ്ലീപ്പ് ഉണ്ടാവില്ല. ഒരു ചെറിയ ഒരു നാരിനെ കൂടെയും ഒരു പുല്ലിനെ കൂടെയും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല. കൊണ്ടുപോയാൽ അത് ഡീപ് സ്ലീപ്പ് അല്ല. തന്നിൽ നിന്നും അന്യമായിട്ടൊരു പൊരുളേ ഇല്ല. അവിടെ ആനന്ദമുണ്ട്, സുഖമുണ്ട്. ഞാൻ തന്നെ സുഖാനുഭവമായിട്ട് നിന്നു. ഇതാണ് ഭാഗവത ധർമ്മം. തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാ. ഭാഗവത സപ്താഹത്തിനൊക്കെ പോയാൽ പൊതുവിൽ നമുക്ക് കാണാം ഈ ധർമ്മം. ഭാഗവത ആചാര്യൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഫ്രണ്ടിൽ നല്ല തൂങ്ങി ഉറങ്ങായിരിക്കും. അറിയാവുന്നുള്ളൊരു മേഖലയിലേക്ക് നമ്മൾ പോയി പോകും അല്ലേ. ലയം, ആ ലയത്തിന് എന്ത് സുഖമുണ്ടോ അത് ജാഗ്രതയിൽ വന്നാൽ. സമാധി സ്ഥിതി എന്ന് പറഞ്ഞാൽ പ്യുവർ കോൺഷ്യസ്നെസ്. ഇവിടെ നടക്കുന്നതെല്ലാം അഭിജ്ഞ അല്ലേ, എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ട്, അറിവേ സ്വരൂപമാണ്. അറിവ് തന്നെ സ്വരൂപമാണ്. അപ്പോ ഈ ഭാഗവതത്തിന്റെ ധർമ്മം എന്താണെന്ന് രണ്ടാമത്തെ ശ്ലോകത്തില് ഉപദേശിച്ചു. എന്താ ഈ ഭാഗവതം? ഭാഗവതം പറയണു, അത് കൃഷ്ണനാണെന്ന് പറയണു. എന്താ ഈ ഭാഗവതം? ഇതിലെന്താ മഹിമ? അതിനെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നിഗമ കൽപതരോഹോ ഗളിതം ഫലം ശുകമുഖാത് അമൃതദ്രവ സംയുതം പിപഥ ഭാഗവതം രസമാലയം മുഹുഹു അഹോ രസികാ ഭുവി ഭാവുകാഹ. ഈ ഭാഗവതം എന്താന്ന് ചോദിച്ചാൽ നിഗമം എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥം. നിഗമാന്തം എന്ന് പറഞ്ഞാൽ വേദാന്തം എന്നർത്ഥം. നിഗമം എന്ന് പറഞ്ഞാൽ വേദം. കൽപ്പതരോഹോ, കൽപ്പകവൃക്ഷം, വേദമാകുന്ന കൽപ്പകവൃക്ഷം. കൽപ്പകവൃക്ഷം എന്ന് എന്തിനാ വേദത്തിന് പറയണെന്ന് വെച്ചാൽ എന്ത് കൽപ്പിക്കണോ അത് കിട്ടും നമുക്ക് വേദത്തിൽ അല്ലേ. മൃത്യുഞ്ജയ മന്ത്രമുണ്ട്, സന്താന ഗോപാലുണ്ട്, ഹോമങ്ങളുണ്ട്, പല പല സാധ്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ കൽപ്പതരോഹം എന്ന് പറയണു. കൽപ്പകവൃക്ഷം, തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്നർത്ഥം.
വേദമാകുന്ന ഒരു കൽപ്പകവൃക്ഷം, നിഗമ കൽപ്പതരോഹോ, ആ ഒരു വൃക്ഷം നമുക്ക് നോക്കി അറിയാം, പല ബ്രാഞ്ചസ് ഉണ്ട്. വേദം ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൽ പല ബ്രാഞ്ചസ്, 4 വലിയ ശാഖയുണ്ട്, 4 ബ്രാഞ്ച് ഉണ്ട്. എന്താ 4 ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ? ഋക്ക്, യജുഷ്, സാമം, അഥർവം. ഈ 4 ബ്രാഞ്ച്, ഈ 4 ബിഗ് ബ്രാഞ്ചില് ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ കാണുന്നു. അതിൽ ചെറിയ ബ്രാഞ്ചുകൾ വേറെ. അതില് ബ്രാഹ്മണം, ആരണ്യകം, സംഹിത, ഉപനിഷത്ത്, ഇങ്ങനെ 4 ബ്രാഞ്ച്. അതിൽ വീണ്ടും അതിന്ന് ബ്രാഞ്ച്, ഓരോ ബ്രാഞ്ചിൽ വീണ്ടും 4 ബ്രാഞ്ച് വെച്ചു. അതിൽ ഈ ഉപനിഷത്തില് 2-3 ബ്രാഞ്ച് വരണു. ഓരോ ഉപനിഷത്തുകൾ പറയണു. ദശോപനിഷത്ത് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കണം. ഓരോ ശാഖയിലും ഓരോ ഉപനിഷത്ത്, ഈ ഓരോ ഉപനിഷത്തും ഒരേ ഒരു പൊരുളിനെയാണ് പറയണത്, ആത്മസ്വരൂപത്തെ. ആ ഉപനിഷത്താകുന്ന ഒരു ഫ്ലവർ, ഈ ചെറിയ ബ്രാഞ്ചുകളിൽ വരണ ഫ്ലവർ, അത് വലിയൊരു ഫലമായി മാറി. അവസാന പ്രോസസ്സാണ് അല്ലെ, ഒരു ഫലമാണ് ഒരു ട്രീയുടെ അവസാന റിസൾട്ട്, ഫലം. അതുകൊണ്ടാണ് ഫലം, എന്തെങ്കിലും ചെയ്താൽ ഫലം ഫലം നമ്മൾ പറയണത്. നിഗമ കൽപ്പതരോഹോ ഗളിതം ഫലം. ആ കൽപ്പക വൃക്ഷത്തിൽ നിന്നും വീണതായിട്ടുള്ളൊരു ഫലം, പഴുത്തു വീണതായിട്ടുള്ള ഫലം, ഗളിതം ഫലം, നട്ടറ്റു വീണതായിട്ടുള്ള ഫലം. എങ്ങനെയാ അത് വീണത് എന്ന് പറഞ്ഞാൽ, ശുഖമുഖാത്, ശുഖം എന്ന് പറഞ്ഞാൽ കിളി എന്നർത്ഥം. കിളി കൊത്തി 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 ഇട്ടത്. ഏത് ഫലത്തിനാ കിളി കൊത്തണതെന്ന് പറഞ്ഞാൽ കേടായതൊന്നും കിളി കൊത്തേയില്ല. സാധാരണ പണ്ടൊക്കെ ആൾക്കാർ കിളി കൊത്തിയതിനെ എടുത്ത് കഴിക്കും. ഇപ്പം നിപ്പ പേടിയാണ് നമുക്ക്. അല്ല, വവ്വാല് കടിച്ചതാണോ കഴിക്കില്ല, നിപ്പ. വവ്വാല് കഴിച്ചതിനെ കൊടുത്ത പോപ്പ പറയും, നിപ്പ വരും, പോപ്പ അല്ലേ. അപ്പൊ ശുഖമുഖാത്ത്, ശുഖബ്രഹ്മ മഹർഷി, കിളി പോലെ. അതുകൊണ്ടാണ് ഷുഗർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നിന്നാണ് ഷുഗന് ഷുഗർ എന്ന് പറയണു. ഇംഗ്ലീഷിൽ തന്നെ വാചകം അങ്ങനെയുണ്ട്, ഷുഗർ. ഇനിപ്പ്, ശുഖമുഖാത്ത്, കിളിയെപ്പോലെ സംസാരിക്കുന്നതായിട്ടുള്ള, കിളിയെപ്പോലെ നമുക്ക് ആനന്ദം തരണതായിട്ടുള്ള ശുഖബ്രഹ്മ മഹർഷി പല പ്രാവശ്യം കൊത്തി 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 കൊത്തിയ ഈ പഴം ഉണ്ടല്ലോ തറയിൽ വീണു. ഗളിതം ഫലം ശുഖമുഖാത്. എന്താ ഈ പഴത്തിന്റെ ഫലം എന്താന്ന് വെച്ചാ, അമൃതദ്രവ സംയുതം. അത് അമൃതമാണ്, നിറച്ച അമൃതമാണ്. അത് കുടിച്ചാൽ മൃതമില്ല. അമൃതം എന്ന് പറഞ്ഞാൽ വിഷമമില്ലാത്ത അവസ്ഥ എന്നർത്ഥം, മരണമില്ലാത്ത അവസ്ഥ. മരണം എന്ന് പറഞ്ഞാൽ സഫറിങ് എന്നർത്ഥം. ഈ ഭാഗവതം എടുത്ത് വായിച്ചു കൊണ്ടിരുന്ന സഫറിങ്ങേ ഇല്ല, വിശപ്പ് വരില്ല. ഇത് പ്രവചനം ചെയ്തുകൊണ്ടിരുന്നാലേ വിശപ്പ് വരില്ല. ആഴത്തിൽ മുഴുകി കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വിശപ്പ് വരില്ല. ചിലര് അങ്ങോട്ട് പോകും. അത് ഉപാസന, അവരവരുടെ തലത്തിൽ ഉപാസന എന്താണോ അതനുസരിച്ച് പോകും. ഇതിനെ നല്ല പോലെ ശുഖബ്രഹ്മ മഹർഷി എങ്ങനെ ഗ്രഹിച്ചു? ഒറ്റത്തവണ ഗ്രഹിച്ചു അല്ലേ. ഒറ്റത്തവണ പറഞ്ഞു കൊടുത്തതും പ്രകാശിച്ചു. നമ്മൾ ശുഖബ്രഹ്മൊന്നും അല്ലല്ലോ അല്ലേ. ഒരു തവണ ഭാഗവതം പറഞ്ഞു കൊടുത്താൽ നമ്മൾ ശുഖബ്രഹ്മൻ എന്ന് വിചാരിച്ചു പോകും നമ്മൾ അല്ലേ. കാരണം ആ ഒരു ഫ്രൂട്ട് ഒരു തവണ കഴിച്ചാൽ ആനന്ദം കിട്ടും. നമുക്ക് ഒരു തവണ കഴിച്ചാൽ നമുക്ക് ആനന്ദം കിട്ടും, പിന്നെയും നമുക്ക് കൊതി വരണു അല്ലേ. ഈ ഭാഗവതം അങ്ങനെയാ. ഈ ഫ്രൂട്ട് കഴിച്ചാൽ പിന്നെയും വായിക്കണം, കേൾക്കണം എന്ന് കൊതി വരും. ഭാഗവതം പറയൂ, ഭാഗവതം പറയൂ പറഞ്ഞു കേൾക്കണം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു കൊതിയാണ്. അതുകൊണ്ട് ഈ ഭാഗവതം ഒരു രസമാണ്, ഭാഗവതം അമൃതമാണ്. ഇത് ജ്യൂസാക്കിയിട്ട് പിബത ഭാഗവതം രസം. ഈ ജ്യൂസിനെ പിബത, കുടിക്കൂ എന്ന് പറഞ്ഞു. നോക്കൂ, എക്സ്പ്രസ് ചെയ്യാൻ വേറെ വഴിയേ ഇല്ല. ജ്ഞാനികൾ പറഞ്ഞു തരണോ ഈ ഭാഗവതം അങ്ങോട്ട് കുടിക്കൂ.
എങ്ങനെ ഭാഗവതം കുടിക്കുക എന്ന് പറഞ്ഞാൽ, യെസ്, ഐ ഹാവ് ടു ഗോ ടു ഹോം ആൻഡ് ടേക്ക് മൈ ഭാഗവത book and put it into mixi and pour some water. മിക്സിയിലെടുത്ത് കുറച്ച് വെള്ളം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കുടിച്ചാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് ഭാഗവതം നതു ഗ്രന്ഥരാശി. ഭാഗവതം എന്ന് പറയുന്നത് ഗ്രന്ഥരാശിയല്ല, പുസ്തകമേ അല്ല. ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കണത് ഞാനാണ്. ഗുഹ്യമായിട്ടിരിക്കണ രഹസ്യം ഞാനാണ്, എൻ്റെ സ്വരൂപമാണ്. അതുകൊണ്ട് ആ സ്വരൂപരസത്തെ പിപത ഭാഗവതം രസം. എങ്ങനെയാ ഇത് കുടിക്കുക? എങ്ങനെയാ ഇത് എക്സ്പ്രസ് ചെയ്യണതെന്ന് അറിയില്ല ജ്ഞാനികൾക്ക്. മാണിക്യവാചകർ സ്വാമി തിരുവാചകത്തിൽ പറഞ്ഞു കൊടുക്കാണ്, കറന്തപാൽ കന്തലൊടു നെയ്ക്കലന്താർ പോൽ ശിരന്ത അടിയാർ ചിന്തനയുൾ തേനൂറിനിன்று പിറந்த പിറപ്പറുക്കും എങ്കൻ പെരുമാൻ. കറந்த പാൽ, കറന്ന പാല്, കന്തലുടൻ, കന്നൽ എന്ന് പറഞ്ഞാൽ കരിമ്പ് ജ്യൂസ്, നെയ്യ് കലന്താർ പോൽ, അതിൽ കുറച്ച് നെയ്യും കൂടെ ഇട്ട് മിക്സ് ചെയ്ത്, ശിരന്ത അടിയേൻ ചിന്തനയുൾ തേനൂറിനിன்று, അത് കുടിച്ചാൽ ചിലപ്പോ അടുത്ത ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ കുടിക്കാം, പെട്ടെന്ന് പോയി മരുന്ന് കിട്ടുമെങ്കിൽ വയറിളക്കത്തിനൊക്കെ. കാരണം ഇനിപ്പുകളെല്ലാം കൂട്ടിയിട്ടിട്ട്, ലോകത്തുള്ള മധുരങ്ങൾ മുഴുവൻ കൂട്ടിയിട്ട് കുടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ആ ഭാഗവതം എക്സ്പ്രസ് ചെയ്യാൻ പറ്റണില്ല അവർക്ക്. എന്തൊക്കെ ഭംഗിയുള്ള വസ്തുക്കളുണ്ടോ അതിനെല്ലാം കൂട്ടിയിട്ട് ഒരു മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ചാറ് കുടിച്ചാൽ എങ്ങനെ ആനന്ദം വരുമോ, ആ ആനന്ദമാണ് ഭാഗവതം തരണ ആനന്ദം. പിബത ഭാഗവതം രസം. ഇത് അമൃതമാണ്. ഇത് കുടിച്ചാൽ നമുക്ക് മൃത്യു ഇല്ലാതിരിക്കും. ഇതൊരു മൃത്യുഞ്ജയ മന്ത്രമാണത്ര. ഇതൊരു മൃത്യുഞ്ജയ സംഹിതയാണ്. മൃത്യുവിനെ നമുക്ക് ജയിക്കാൻ പറ്റും. പിറந்த പിറപ്പറുക്കും എങ്കൻ പെരുമാൻ. പിറந்த പിറപ്പ് എന്ന് പറഞ്ഞാൽ അമൃതത്വം എന്നർത്ഥം. അമൃതത്വത്തിനെ തരും. പിറந்த പിറപ്പ് സഫറിങ്ങിനെ ഇല്ലാതാക്കി അമൃതത്വത്തിനെ നമുക്ക് തരും. പിബത ഭാഗവതം രസം. ഒരു തവണ കുടിച്ചാ പോരാ. ആലയം പിബത. ആലയം, ആ എന്ന ശബ്ദം എന്തിനു ഉപയോഗിക്കണമെന്ന് പറഞ്ഞാ, ആകാരം ഇതി ജാഗ്രത്. സഫറിങ് തീരണ വരെ പിപത. ആ ലയം പിപത, അതിൽ ലയിച്ചു പോണത് വരെ പിപത. ലയം വേണം, അതിൽ ലയിക്കണം. നല്ല പോലെ ഭാഗവത രസത്തിൽ ആത്മാവിൽ അങ്ങോട്ട് ലയിക്കണം. ആ ലയം പിപത. മുഹുഹു. മുഹുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും 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 വീണ്ടും, മതിവരാത്തടത്തോളം അല്ലെ. ശുഖമുഖാതിൽ കുത്തി 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 ആ പഴത്തിനെ കീഴേക്ക് ഇട്ടിട്ടും വിട്ടില്ല. അത്രയ്ക്ക് മാധുര്യമാണ് ആ പഴം. ആലയം പിപത മുഹഹ പിപത. അഹോ, അത് കുടിച്ചാലാണ് വാസ്തവത്തിലെ ഭാഗ്യം എന്ന് പറയണം. നമ്മൾ ഭാഗ്യം എന്താ? ധാരാളം ധനം കിട്ടണത്, കാറ് കിട്ടണത്, ലക്ഷറി ലൈഫ് ഉണ്ടാവണത്, ഇതാണോ ഭാഗ്യം? ബെൻസ് കാറിൽ ഇറങ്ങി വന്ന് ഭഗവാനോട് കുറ്റവും കുറവും പറഞ്ഞിട്ട് പോണതാണോ ഭാഗ്യം? ഭാഗ്യസൂക്തം എന്ന് പറയുന്നത് ഈ ഭാഗവതാണ്. ഇത് മുഴുവൻ വായിച്ചാൽ ഭാഗ്യം വന്നു നമുക്ക്. അഹോ രസിക. രസിക്ക, രസന. ജ്ഞാനികളെല്ലാം അങ്ങനെയാണ്, രസസ്വരൂപമാണ്. മോദസ്വരൂപം മധുരസ്വഭാവം ത്വാമാത്മനാഥം രമണം ഭജാമി. മോദസ്വരൂപം. മോദസ്വരൂപം എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷം. മധുരസ്വഭാവം, ഒരു സ്വഭാവം ഉണ്ടല്ലോ, മധുരമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ തമാശ രൂപത്തിൽ തന്നെ ഈ ഉത്തരം പറയൂ അത്ര. രസികാഹ, രസികന്മാരായിരിക്കണം എന്നല്ലേ. ഗർവ് പിടിച്ചിരിക്കണതല്ല ജ്ഞാനത്തിന്റെ അല്ലെ. ആരും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരരുത്, ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇരിക്കുന്ന മനുഷ്യനാണ്. ഇല്ല,
രസികാഹ, രസികനാണ്. എല്ലാം കേട്ട് രസിക്കും, പറഞ്ഞ് രസിക്കും, തമാശ പറഞ്ഞ് രസിക്കും. ഇപ്പൊ നാരായണ ഗുരുസ്വാമിയൊക്കെ പറഞ്ഞ വലിയ രസികനാണ് അദ്ദേഹം. ഒരാള് നാരായണ ഗുരുസ്വാമിയുടെ അടുത്ത് ചോദിച്ചു അത്രേ, എല്ലാവർക്കും മരിച്ചു കഴിഞ്ഞ ഒരു സമ്പ്രദായമുണ്ട്, നമുക്ക് എന്താ സമ്പ്രദായം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഗുരുദേവൻ ഒന്നും മിണ്ടിയില്ല ആദ്യം. രണ്ടാമത് ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, എൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. പറഞ്ഞു, ആ പറഞ്ഞാലും ഗുരുദേവാന്ന് പറഞ്ഞു. ഈ ശവശരീരത്തിനെ വെട്ടി നുറുക്കി ചക്കിലിട്ട് ആട്ടിയിട്ട് വാഴയ്ക്ക് വളയിടാന്ന് പറഞ്ഞു അത്രയും. അപ്പോൾ ഇദ്ദേഹം അയ്യോ എന്ന് പറഞ്ഞു. എന്താ, വേദനിച്ചോ എന്ന് ചോദിച്ചു. ശവത്തിന് വേദനിക്കോ? അനുഭവം ആത്മാവിന്റെ സ്വരൂപമാണ്. പക്ഷെ രസന, അല്ലെ, രസത്തിലൂടെ പറഞ്ഞു കൊടുത്തു അത്രേ. രസികാഹ, ഏതു വലിയ തത്വവും രസത്തിലൂടെ കൊടുക്കുന്നത് ആരോ അവൻ ഭാഗവത രസം അനുഭവിച്ചവനാണ്. തത്വത്തെ രസപൂർണം ബോറടിക്കാത്തതുപോലെ പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ഉറക്കം ഇന്നുവരയ്ക്കും ബോറടിച്ചു പോണിട്ടേ ഇല്ല. അവിടെ ഒരു വസ്തുവുമില്ല, ഞാൻ മാത്രമായിട്ടിരുന്നു, ഏകമായിട്ടിരുന്നു, അദ്വിതീയമായിട്ടിരുന്നു, രണ്ടില്ലാത്തതായിട്ടിരുന്നു. അവിടെ എനിക്ക് ശാന്തിയുണ്ട്, അവിടെ ആനന്ദമുണ്ട്, ഞാൻ ഉണ്ട് എന്ന് അറിവുണ്ട്. ആ അറിവാണ് മനസ്സിന് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ അനുഭവിച്ചതെന്ന്. അല്ലാതെ അവിടെ ശൂന്യമൊന്നുമില്ല. തത്കാലത്തേക്ക് അജ്ഞാനവശാൽ നമുക്ക് ശൂന്യത്തിനെ കാണാൻ പറ്റണമെന്നല്ലാതെ ആനന്ദ സ്വരൂപമാണ് എൻ്റെ സ്വരൂപം. അതിന് ഞാൻ ഒന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിബത ഭാഗവതം രസമാലയം മുഹുഹു അഹോ രസികാ ഭുവി ഭാവുകാഹ. ഭാവത്തിൽ എങ്ങനെ ഇരിക്കാം? ഭാവുകാഹ രസിക, രസന. രസോ വൈ സഹ, ആത്മാവിന് രസം എന്ന് തന്നെ പറഞ്ഞു. അധർവാംഗിരസ പുച്ഛം പ്രതിഷ്ഠ. അധർവം എന്ന് പറയുന്നത് അനുഭവമാണ്. ബ്രഹ്മവിദ്യ മുഴുവൻ അഥർവവേദത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഒരു കൺസെപ്റ്റില് അഥർവവേദം എന്ന് പറഞ്ഞാൽ ഏതോ ശുദ്രമാണെന്ന് കരുതും. എല്ലാ വേദത്തിലും അതിൻ്റെതായ പോസിബിലിറ്റി, ശുദ്രവും നല്ലതും ഒക്കെ ഉണ്ട്. ധനുർവേദം നല്ലതല്ലേ? എന്തിനാ? യുദ്ധം ചെയ്യാൻ. അതേ സമയത്ത് ഇതേ ധനുർവേദം നമുക്ക് ഹാനിയും വരുത്താം, ഒരാളെ എടുത്തു വെച്ച് കാച്ചാം. അപ്പോ വേദത്തിന് ഒരേ സമയം നല്ലതുണ്ട്, ചീത്തയുണ്ട്. അഥർവത്തില് ഉള്ള നല്ലതെന്താ? ബ്രഹ്മവിദ്യ. അഥർവാംഗിരസ പുച്ഛം പ്രതിഷ്ഠ. അഥർവണേ ബ്രഹ്മാധർവാ താം പുരോവാചാങ്കിരേ ബ്രഹ്മവിദ്യാം. ആ ആംഗിരസ മഹർഷി കൂടെയും അഥർവമാണ്. അതിലൊരു ആഖ്യായനം പോലെ ഒരു കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഉപനിഷത്ത് സാരവിഷയം. അപ്പോൾ രസിക്കുക. രസോ വൈ സഹ, രസം ആത്മാവിൻ്റെ സ്വരൂപമാണ്, ആനന്ദം ആത്മാവിൻ്റെ സ്വരൂപമാണ്. അതാണ് ഈ ഭാഗവതം. ഈ ഭാഗവതം അതിൻ്റെ ഫലം പറഞ്ഞു, അതിൻ്റെ ധർമ്മത്തെ പറഞ്ഞു. അത് അമൃതമാണ് എന്ന് പറഞ്ഞു തന്നു. ഇതോടുകൂടി ഭാഗവതം നമുക്ക് ആരംഭിക്കാൻ പോവുകയാണ്. അടുത്ത ശ്ലോകം തൊട്ട് നമുക്ക് അതത്ര സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട ഇടമൊക്കെ നമുക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. മറ്റത് ശ്ലോകം പൈ ശ്ലോകം നമുക്ക് അർത്ഥം കഥ പോലെ, ഇത് കഥ പോലെ വരും. ചോദ്യമാണ് ഇനി അങ്ങോട്ട് വരണത്. നൈമിഷാരണ്യ ക്ഷേത്രത്തിലാണ് ഭാഗവതം കഥ നടന്നിരിക്കുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. ഭാഗവതം രചനയല്ല, നൈമിഷക്ഷേത്രം. അത് വിഷ്ണു ക്ഷേത്രമാണ്. അതൊരു നല്ല വിശാലമായ ഒരു ശാന്തിക്ഷേത്രമാണ്. കലിയുഗം കലി ബാധിക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥലമാണ് ആ നൈമിഷക്ഷേത്രത്തില്. അവിടെ ഇരുന്നിട്ടാണ് ഈ ഭാഗവതം സൂതൻ ശൗനകാദി മഹർഷികൾക്ക് ഉപദേശിക്കുന്നത്. അതും
ചോദിച്ചാണ് വാങ്ങണത് ഈ ഋഷികൾ. തദ്വിജ്ഞാനം തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയ. വീണ്ടും 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 ചോദിച്ച് ചോദിച്ച് വാങ്ങണം. ഭാഗവതമൊക്കെ അങ്ങനെയാണ്, ചോദിച്ചാലേ പറയാവൂ എന്നാണ് ഉപദേശം. ചോദിക്കാതെ ഉപദേശം കൊടുക്കാനേ പാടില്ല, അത് ധർമ്മമല്ല. ശാസ്ത്രം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക. ശുഗബ്രഹ്മണ മഹർഷിയോട് പരീക്ഷിത്ത് ഗംഗാതീരത്ത് ചോദിക്കുകയാണ്. പരീക്ഷിത്ത് അങ്ങനെ ഗംഗാതീരത്ത് ദർഭാസനായിട്ട് ഇരിക്കുന്ന സമയത്ത് ശുഗബ്രഹ്മ മഹർഷി, തേജസ്വിയായിട്ടുള്ള ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരാൾ, അങ്ങനെ തന്നെ പറയാം, നല്ല സൗന്ദര്യവത്തായിട്ടുള്ള ഒരാൾ വന്നു. അദ്ദേഹത്തിനടുത്ത് ഒന്നും ചോദിച്ചില്ല, ആകെ ചോദിച്ചത് ബ്രഹ്മതത്വത്തെ ചോദിച്ചു. അപ്പോ ആ തത്വമാണ് ഭാഗവതം. അത് ചോദിച്ച് വാങ്ങണം. ഫ്രീ ആയിട്ട് കിട്ടിയാൽ വേണ്ട, നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ വച്ചിരിക്കും, പൂവിട്ട് വച്ചിരിക്കും എന്നല്ലാതെ ഇത് ചോദിച്ച് 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 തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ, ചോദിച്ചു വാങ്ങിച്ചാൽ ഇത് അമൃതത്വം നമുക്ക് സ്വരൂപത്തിൽ തരും. തുടർന്ന് നമുക്ക് ഇനി കഥാരൂപത്തിൽ അടുത്ത ദിവസം തൊട്ട് കാണാം. ഇതൊരു ഫൗണ്ടേഷനാണ് ഞാൻ ഇട്ടത്, ഭാഗവത ധർമ്മം എന്താണെന്ന്. ഇത് നല്ലവണ്ണം ഗ്രഹിച്ചുകൊണ്ട് ഭാഗവതം നമുക്ക് അനുഭവിച്ച് മുന്നോട്ട് പോകാം. അരുണാചല ശിവ, അരുണാചല ശിവ.